കന്യാകുബ്ജം എന്ന രാജ്യത്ത് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ ബന്ധുവിൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് ധാരാളം സമ്മാനങ്ങളും വാങ്ങി തൻ്റെ മകനോടൊപ്പം പുറപ്പെട്ടു. വിവാഹത്തിൽ പങ്കെടുത്ത് ധാരാളം ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വന്നു. വഴിക്ക് വച്ച് അവർക്ക് രണ്ടുപേർക്കും നല്ല വിശപ്പും ദാഹവും ഉണ്ടായി. ചന്ദ്രഭാഗ നദിയുടെ അതിമനോഹരമായിട്ടുള്ള ആ തീരം കണ്ടിട്ട് പുത്രൻ പറഞ്ഞു, അച്ഛാ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. നമുക്ക് അടുത്തുള്ള ഈ നദിയിൽ കുളിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. മകൻ്റെ വാക്ക് കേട്ട ബ്രാഹ്മണൻ പറഞ്ഞു, ഈ നദിയുടെ അരികിൽ ഭയങ്കര വനമാണ്. അവിടെ ധാരാളം ദുഷ്ടജന്തുക്കളും ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നടന്ന് അടുത്ത ഗ്രാമത്തിലെത്താം. അവിടെ ശാന്തവും സുന്ദരവുമായ നല്ല ഒരു നദിയുണ്ട്. അതിൽ കുളിയൊക്കെ കഴിഞ്ഞ് വിശപ്പും ദാഹവും കളഞ്ഞ് നമുക്ക് യാത്രയാവാം. പിതാവിൻ്റെ വാക്ക് കേട്ട പുത്രൻ അച്ഛനെ പരിഹസിച്ച് ചിരിച്ചു. കോപത്തോടുകൂടി അവൻ ആ പിതാവിനോട് പറഞ്ഞു, എനിക്ക് 10 വയസ്സായി. അങ്ങാണെങ്കിൽ കിഴവനും ജ്ഞാനിയുമാണ്. ലോകത്തിലെവിടെയും പിതാവാണ് മകന് അറിവ് പകർന്നു നൽകുന്നത്. കഷ്ടകാലത്തെ ജയിക്കാനാവില്ലല്ലോ. വൃദ്ധൻ ബാലനെ പോലെ സംസാരിക്കുന്നു. അച്ഛാ, പ്രാരബ്ധ കർമ്മങ്ങളെ എങ്ങനെയാണ് എതിർക്കാൻ കഴിയുക? അങ്ങ് തന്നെ പറഞ്ഞാലും പൂർവജന്മ കർമ്മം കൊണ്ടാണല്ലോ സുഖവും ദുഃഖവും രോഗവും ഭയവും അപമൃത്യുവും ദീർഘായുസ്സും എല്ലാം ഉണ്ടാകുന്നത്. ജനന മരണവും ശുഭകർമ്മവും സംഭവിക്കേണ്ട സമയത്ത് സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഒരു നിമിഷം പോലും അതിന് ഏറ്റക്കുറച്ചിലുണ്ടാവില്ല. വിഷ്ണുവിനോ ശിവനോ പോലും മൃത്യുവിനെ മാറ്റിവെക്കാൻ കഴിയില്ല. അതുകൊണ്ട് അച്ഛാ, അങ്ങ് ക്ഷമിച്ചാലും അങ്ങ് എനിക്ക് നൽകിയ അറിവുകൾ ഉപയോഗശൂന്യമായി പോയിരിക്കുന്നു. ദുർബുദ്ധിയുടെ ജന്മം നിഷ്ഫലമാണ്. സദ്ബുദ്ധിയുടെ ജന്മമാണ് സഫലം. അവൻ്റെ ജീവിതം സുഖം കൊണ്ട് സമ്പൂർണമായിരിക്കും. ഈ ലോകമെല്ലാം സൃഷ്ടിച്ച് ചരാചരങ്ങളെയൊക്കെ പരിപാലിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മെ രക്ഷിക്കും. എത്ര ഘോരവനമാണെങ്കിലും അവിടെ ഭഗവാൻ സുഖമായിട്ടുള്ള ഉറക്കം നൽകുക തന്നെ ചെയ്യും. വീട്ടിൽ സുരക്ഷിതനാണ് എന്ന് തോന്നിയാലും മരണം അവിടെയും എത്തും. പൂർവജന്മത്തിൽ ഉണ്ടായ മംഗളകരമായിട്ടുള്ള കർമ്മങ്ങളുടെ സ്വാധീനം കൊണ്ട് സർപ്പങ്ങൾക്ക് മേൽ ശയിച്ചാൽ പോലും അവൻ സർപ്പദംശനമേറ്റ് മരണപ്പെടില്ല. എന്നാൽ ഗരുഡൻ്റെ സാമീപ്യം ഉണ്ടെങ്കിൽ കൂടി ദൗർഭാഗ്യം കൊണ്ട് മരണമുണ്ടായി എന്നും വരാം. മരണം അടുത്തിട്ടില്ലാത്ത വ്യക്തി സമുദ്രത്തിലോ അഗ്നിയിലോ വിഷം കൊണ്ടോ ആയുധം കൊണ്ടോ ഒന്നും മരിക്കില്ല. കാരണം ആയുസ് അവനെ രക്ഷിക്കും. 100 കണക്കിന് അമ്പേറ്റാൽ പോലും സമയമാകാതെ ആർക്കും മരണമുണ്ടാവില്ല. സമയം അടുത്തു കഴിഞ്ഞാൽ ഒരു പുൽക്കൊടി കൊണ്ട് തൊട്ടാൽ പോലും മരിച്ചു പോയെന്നും വരാം. ചിലർ ഗർഭത്തിൽ വച്ചേ മരിക്കും. ചിലർ പിറന്ന് വീണയുടൻ മരിക്കും. ചിലർ ചെറുപ്പത്തിൽ മരിച്ചെന്ന് വരാം. മറ്റു ചിലർ വൃദ്ധരായിട്ടും മരിക്കും. പൂർവജന്മ കർമ്മം ഹേതുവായിട്ടാണ് ചിലർ വളരെ കാലം ജീവിച്ചിരിക്കുന്നത്. ചിലർ രോഗികളാകുന്നതും ചിലർ ആരോഗ്യവാന്മാരാകുന്നതും ചിലർ ധനികരാകുന്നതും എല്ലാം. അതുകൊണ്ട് അല്ലയോ പിതാവേ, അങ്ങൊരു കാര്യം ചെയ്യൂ. അത്യന്തം മനോഹരനും ആനന്ദം നിറഞ്ഞ പരമാനന്ദ സ്വരൂപനായിട്ടുള്ള ഗോവിന്ദനായിട്ടും നന്ദകുമാരനായിട്ടുമൊക്കെയുള്ള പരബ്രഹ്മമായിട്ടുള്ള ആ ഭഗവാനെ അങ്ങ് എപ്പോഴും ഭജിച്ചാലും. ഇപ്രകാരം ആ കുട്ടി പറഞ്ഞുകൊണ്ട് ചന്ദ്രഭാഗ നദിയിൽ കുളി എല്ലാം കഴിഞ്ഞ് ധാരാളം ഭക്ഷണമൊക്കെ കഴിച്ച് ജലമൊക്കെ കുടിച്ച് ദാഹമൊക്കെ മാറ്റി. ഈ വാക്ക് ശ്രദ്ധിച്ച പിതാവ് വളരെയേറെ ആലോചിച്ച് പുത്രനെ ആലിംഗനം ചെയ്ത് കവിളിൽ സ്നേഹപൂർവ്വം ചുംബനവും നൽകി. സമയം സന്ധ്യയായി. അച്ഛൻ സന്ധ്യാവന്ദന പൂജ ആരംഭിച്ച സമയത്ത് പുത്രൻ ഭക്ഷണം തേടി വനത്തിലേക്ക് കടന്നു. വളരെ വേഗം തന്നെ ആ കുട്ടി ധാരാളം ഇലകളും പൂജയ്ക്കുള്ള പുഷ്പങ്ങളും എല്ലാം സമ്പാദിച്ച് തിരികെ വരാൻ ഒരുങ്ങി. ആ സമയത്താണ് ആ ബാലൻ ഒരു പുലിമട അവിടെ കണ്ടത്. പുലി ബാലൻ്റെ തൊട്ടു മുന്നിൽ തന്നെ വന്നു നിന്നു. ബാലൻ ഭയന്ന് അച്ഛാ അച്ഛാ എന്ന് ആ കുട്ടി നിലവിളിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ദൂരെ ഇരുന്ന അച്ഛൻ എങ്ങനെ അറിയാനാണ്? പിതാവ് അങ്ങോട്ടെങ്ങും എത്തിയില്ല. പേടികൊണ്ട് ആ ബാലൻ സാവകാശം തിരിച്ചു നടന്നു തുടങ്ങി. അടുത്ത് കണ്ട ഒരു
കൊച്ചു തടാകത്തിൻ്റെ തീരത്തെത്തി കയ്യിലിരുന്ന പുഷ്പങ്ങളും ഫലങ്ങളുമെല്ലാം ആ തടാകത്തിലേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ സങ്കല്പിച്ചുകൊണ്ട് അർച്ചന നടത്താൻ തുടങ്ങി. പുലി ബാലകൻ്റെ അടുത്തേക്ക് ചെന്നതേയില്ല. വിടർന്ന മിഴികളോടും വീർത്ത വയറോടും വികൃതമായിട്ടുള്ള ദംഷ്ട്രകളോടും കൂടി നിന്നിരുന്ന ആ പുലിയെ ആ കുട്ടി ഭയത്തോടു കൂടി നോക്കിക്കൊണ്ടിരുന്നു. സർവേശ്വരനും സർവരൂപവാനും സർവകാരണങ്ങൾക്കും കാരണപുരുഷനുമായിട്ടുള്ള ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ കുട്ടി ഭക്തിയോടുകൂടി ഭഗവാനെ ഇപ്രകാരം സ്തുതിച്ചു. ഹേ നാഥ ദർശനം ദേഹി മാം ഭക്തം ശരണാഗതം ശ്രീദ ശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീനികേതന ശ്രിയ സേവിതപാദാബ്ജ ശ്രീസമുത്പത്തികാരണ വേദാനിർവചനീയേശ നിരീഹ നിർഗുണാധിപ സർവാദ്യ സർവനിലയ സർവബീജ സനാതന ശാന്ത സരസ്വതീകാന്ത നിതാന്ത സർവകർമ്മസു സർവാധാര നിരാധാര കാമപൂര പരാത്പര ദുഷ്പാരാസാര സംസാര കർണധാര നമോസ്തുതേ. സുഭദ്രൻ എന്ന പേരോടുകൂടി ആ ബാലൻ ഇപ്രകാരം ഭഗവാനെ സ്തുതിച്ചു. അല്ലയോ നാഥ, ശരണാഗതനായ എനിക്ക് അവിടുന്ന് ദർശനം പ്രദാനം ചെയ്താലും ശ്രീനാഥനും ശ്രീശനും ശ്രീനിവാസനും ശ്രീനിധി ശ്രീനികേതനന് ലക്ഷ്മീ സേവിത പാദാബ്ജന് ശ്രീക്ക് ഉൽപ്പത്തി കാരണമായിട്ടുള്ളവന് നിഷ്കളങ്കനും നിർഗുണാധിപനും സർവാദ്യനും സർവനിലയവും സർവബീജനും സനാതനനും ശാന്തനും സർവാധാരനും നിരാധാരനും കാമപൂരകനും പരാത്പരനും സംസാര സാഗരത്തെ കടത്തുന്നവനുമായിട്ടുള്ള അല്ലയോ ഭഗവാനെ അവിടേക്ക് നമസ്കാരം. ഇപ്രകാരം പ്രാർത്ഥിച്ച ശേഷം സുഭദ്രൻ എന്ന ആ ബാലകൻ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അവിടുത്തെ ശ്രീപാദാരവിന്ദങ്ങളെ ശരണം പ്രാപിച്ചു. ഇപ്രകാരം ഭഗവാനെ അഭയം പ്രാപിച്ച ആ കുട്ടിക്ക് മുന്നിൽ നാരായണ മഹർഷി പ്രത്യക്ഷനായി. അദ്ദേഹം അവന് നാരായണ കവചം പ്രദാനം ചെയ്ത് അനുഗ്രഹിച്ചു. വൈഷ്ണവ തന്ത്രകൃതികളിൽ പ്രധാനമായിട്ടുള്ള നാരദ പഞ്ചരാത്രം എന്ന ഗ്രന്ഥത്തിലെ 2ാമത്തെ അധ്യായത്തിലെ ഒരു ഭാഗമാണ് ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഈ കൊച്ചു സ്തോത്രം എളുപ്പത്തിൽ ജപിക്കാവുന്നതും സിദ്ധി വരുത്താവുന്നതുമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാദാരവിന്ദങ്ങളിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഈ സ്തോത്രം ചൊല്ലുന്നവർക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുകയും എല്ലാ ഭയങ്ങളും അകന്ന് സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ശ്രീ സുഭദ്രൻ എന്ന പേരുള്ള കുട്ടിയെ ഭഗവാൻ രക്ഷിച്ചതുപോലെ സമസ്ത അറിവുകളും പ്രദാനം ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ പര്യാപ്തമാണ് ഈ ചെറിയ സ്തോത്രം. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാർക്കണ്ഡേയ മുനിയായി പിന്നീട് പൂജാതനായ ആ മഹാവ്യക്തിത്വമായിരുന്നു ഈ ശ്രീ സുഭദ്രൻ എന്ന ബ്രാഹ്മണബാലൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ചെറിയ സ്തുതിയാണ് ഇത്. ആർക്കും ഏത് ആഗ്രഹവും സാധിപ്പിച്ച് നൽകാൻ പര്യാപ്തമായ ഈ സ്തുതി ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ജപിക്കുന്നത് വളരെ നല്ലതാണ്. അത്യന്തം ലളിതവും കോമളവുമായിട്ടുള്ള പദാവലികൾ കൊണ്ട് വളരെ ചെറിയ ഈ സ്തുതി ജപിക്കുന്നത് ആയുസ്സും ആരോഗ്യവും ഉണ്ടാക്കുകയും അപമൃത്യുവിനെ അകറ്റി നിർത്തുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ സ്തുതിയുടെ ഒരു പ്രത്യേകത ശ്രീദ, ശ്രീശ, ശ്രീനിവാസ, ശ്രീനിധി എന്നിങ്ങനെ മഹാലക്ഷ്മിയുടെ ബീജമന്ത്രമായ ശ്രീ എന്ന മന്ത്രത്തിലുള്ള നിരവധി നാമങ്ങൾ കൊണ്ടുകൂടിയാണ് ഈ സ്തുതി രൂപം കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ധനധാന്യ സമൃദ്ധിയുടെ കാര്യത്തിൽ ഈ സ്തുതിക്ക് വളരെ
പ്രാധാന്യമുണ്ട്. ലക്ഷ്മിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലുന്നവർക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.